മനുഷ്യർ ബഹുഭൂരിപക്ഷവും സന്തോഷത്തെ തേടി അലയുകയാണ്. എന്തെല്ലാമോ റിസ്ക് എടുത്തിട്ടാണ് ഓരോരുത്തരും ഒരു ദിവസത്തിൽ ഒരല്പനേരം സന്തോഷത്തിന് വേണ്ടി അലയുന്നത്. എത്ര പൈസ മുടക്കാണ്. ചിലപ്പോൾ വിദൂരങ്ങളിലേക്ക് പോകും, ചിലപ്പോൾ ചെറിയ ചെറിയ പിക്നിക്കിന് പോകും. ഇതൊക്കെയാണ് സന്തോഷമെന്നാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതിൽ സന്തോഷമില്ല എന്നല്ല, അതെല്ലാം വേണം. പക്ഷേ നമുക്ക് സന്തോഷം കിട്ടാൻ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഒരുപാട് കലാപരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഈ സന്തോഷത്തിന് വലിയ മുടക്കൊന്നുമില്ലാതെ നമുക്ക് സന്തോഷം നേടാം. അതിനുള്ള ചില കുറുക്കു വഴികളും എളുപ്പ വഴികളുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏത് വീടായാലും ഒരടുക്കള കാണും. അടുക്കളയ്ക്ക് പിന്നാമ്പുറത്തായി നമുക്ക് ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ ഒരടുക്കളത്തോട്ടം നിർമ്മിക്കാൻ എളുപ്പമാണ്. പലർക്കും വലിയ റിസ്ക്കാണ് എന്നാണ് പറയുന്നത് ഒരടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ. ശരിക്കും അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പാടുമില്ല. നിസ്സാരമായി നമുക്ക് നിർമ്മിച്ചെടുക്കാം അടുക്കളത്തോട്ടം. ആ അടുക്കളത്തോട്ടത്തിൽ പലതും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും അതുപോലെ പഴങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ കൊച്ചു അടുക്കളത്തോട്ടങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ അറിയുക നമ്മുടെ മനസ്സിനെയാണ്. ആദ്യം മനസ്സിനെ ഒന്ന് തുറന്നു വയ്ക്കണം. ഈ മനസ്സിനെ തുറന്നു വയ്ക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ അകത്തളങ്ങളും പുറന്തളങ്ങളും ബന്ധിപ്പിക്കുന്ന വാതിലും ജനാലുകളും പോലെയാണ്. ശരിക്കും നമ്മുടെ മനസ്സ് ഒന്ന് തുറക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ചെയ്യേണ്ടത്? വീടിൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ വാതിൽ പുറത്തുനിന്നും തുറക്കാം, അകത്തുനിന്നും തുറക്കാം. അകത്തുനിന്ന് പൂട്ടാം, പുറത്തുനിന്നും പൂട്ടാം. പക്ഷേ ജനൽ പുറത്തുനിന്ന് തുറക്കാൻ വയ്യ. അകത്തുനിന്ന് മാത്രമാണ് തുറക്കാവുള്ളൂ, അകത്തുനിന്ന് മാത്രമാണ് പൂട്ടാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മുടെ മനസ്സ് തുറക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം. നമ്മൾ അകത്തുനിന്ന് നമ്മുടെ മനസ്സ് തുറന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ വേലകളിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ മനസ്സ് വച്ചാൽ പുലർകാലത്തെ ഉണരുന്നവരാണെങ്കിൽ, ഇപ്പോഴത്തെ ന്യൂജൻ വിഭാഗക്കാരെ സംബന്ധിച്ച് അവർ ഉണരുന്നത് 12 മണിക്കാണ്, ഉച്ചയ്ക്ക്. അവർക്കിടെ പ്രഭാതം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളാണ്. അവർ ഉല്ലസിക്കുന്നത് രാത്രിയുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത് പോലെ കൃത്യനിഷ്ഠതയോടെ പുലർകാലത്ത് ഉണരുകയും വളരെ രാത്രി ഒരുപാട് വൈകാതെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ പുലർകാലത്ത് 4:30 മണിക്ക് ഉണരും. 5 മണിയോടുകൂടി ദിനചര്യകൾ പൂർത്തിയാക്കും. 5:30 മണിക്ക് വ്യായാമം പൂർത്തിയാകും. അതിനുശേഷം പിന്നെ പുറത്തേക്കിറങ്ങിയാൽ പല പല പരിപാടികൾ പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നതും. നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് എല്ലാം ദിനചര്യകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടങ്ങളിൽ സമയം ചെലവഴിക്കാൻ കഴിയുമോ? ഇന്നത്തെ IT രംഗത്ത് വർക്ക് ചെയ്യുന്നവരും ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞു വരുന്ന ഒരു സമയം നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു അടുക്കളത്തോട്ടം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റും അവിടങ്ങളിൽ ഉണ്ടാകുന്ന കമ്പോസ്റ്റുമെല്ലാം വളമാക്കി മാറ്റി നമുക്ക് ചട്ടികളിലോ ബക്കറ്റുകളിലോ അതുപോലെ നിലത്തോ സൗകര്യപ്രദമായ ഇടത്ത്, സ്ഥലമില്ല എന്ന് ആരും പറയരുത്, നമ്മുടെ വർക്ക് ഏരിയയിൽ പോലും നമുക്ക് അത്യാവശ്യം ചെറിയ 2 മുളകും കറിവേപ്പിലയും 2 വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒക്കെ നമുക്ക് നട്ടു നിറച്ചുണ്ടാക്കാം. പയറാണെങ്കിൽ ജനൽക്കൂടെ വരെ എണ്ണയിൽ കയറ്റി വിടാം. നമുക്ക് മനസ്സുണ്ടോ അതെല്ലാം ഒരു കലാപരമായി ചെയ്യാനും കഴിയും. ഇങ്ങനെ ദിവസത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ നിരന്തരമെന്നോണം ഇങ്ങനെ ചെയ്യുകയാണ്. ഒരു ദിവസം കൊണ്ട് ചിലർ പറയും അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണോ, അതൊക്കെ പെട്ടെന്ന് വലിയ പാടല്ലേ. ചിലരെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ചട്ടിയിൽ കാച്ചി നിൽക്കുന്നതൊക്കെ വന്ന് പറിച്ചെടുക്കും. പിറ്റേ ദിവസം മുതൽ ചെടി വാടിപ്പോകും. പക്ഷേ ദിവസത്തിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ സമയം ചെലവഴിച്ചാൽ നമുക്ക് മാനസികമായ ഉല്ലാസം, ആരോഗ്യം, നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ,
അടുക്കളത്തോട്ടത്തിൻ്റെ കല, അതിൻ്റെ ഭംഗി, ഇതെല്ലാം ആസ്വദിക്കാനും നേരം പോക്കിനും ആരോഗ്യത്തിനും എല്ലാം ഗുണം ചെയ്യും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഓരോ ദിവസവും ഞാനും എൻ്റെ പങ്കാളിക്ക് സമയമുള്ളപ്പോഴൊക്കെ സഹകരിക്കും. അല്ലാത്തപ്പോൾ ഞാനും നിത്യമെന്നോണം ഇങ്ങനെ ഓരോന്നോരോന്നായി ചെയ്യുകയാണ്. ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മുളകുകളൊക്കെ, കാന്താരിയും മറ്റ് വറ്റൽമുളകും ഒക്കെ, പച്ചമുളക് തയ്യുമൊക്കെ ബക്കറ്റിൽ നട്ടിരുന്നു. അതെല്ലാം ഇപ്പോൾ 3ാമത്തെ സ്റ്റെപ്പാണ് പുല്ല് പറിച്ച് വളമിടുന്നത്. എല്ലാം പൂത്തു തുടങ്ങി. എന്ത് രസകരമാണെന്നറിയാമോ? ഇനി അത് ചാഞ്ഞു പോകാതെ കാന്താരിയൊക്കെ ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ട്, പഴുത്തു തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് കാന്താരി അരച്ച ചമ്മന്തി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ അടുക്കളയിൽ തിരക്കിലാണ്, ഇടയ്ക്ക് വായനയും. അങ്ങനെ ഞാൻ ഇന്ന് കാന്താരി മുളകിൻ്റെ എല്ലാം പുല്ല് പറിച്ച് നിലത്ത് നട്ടിരുന്ന വെണ്ടയും വഴുതനയും ഒക്കെ എലി കൊണ്ടുപോകാത്തതും ശല്യം ചെയ്യാത്തതുമായി വളർന്നു വന്നവയൊക്കെ അല്പം പുല്ലൊക്കെ പറിച്ച് ഒരല്പം വളമിട്ട് ചോട്ടിലൊരല്പം മണ്ണൊക്കെ ഇട്ട് മൂടി സെറ്റപ്പാക്കി. അങ്ങനെ കാന്താരികൾക്കും മറ്റു മുളകിനും PVC പൈപ്പ് ചെറുതരം കഷ്ണങ്ങൾ ഇഷ്ടം പോലെ വച്ചിട്ടുണ്ട്. ഇതിക്ക് മുമ്പേ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ബാലൻസ് ഇരിക്കുന്നതാണ്. അത് കുത്തിക്കൊടുത്ത് അതിനെല്ലാം പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് കെട്ടി. ഇനിയിപ്പോൾ തുലാവർഷവുമൊക്കെ ആണല്ലോ. ചെറിയ കാറ്റും മഴയും ഒക്കെ വന്നാൽ മുളകിൻ്റെ വെയിറ്റും ഇലയുടെ വെയിറ്റും നനയുമ്പോൾ ഇത് ചാഞ്ഞു പോകും. അത് ചാഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. എല്ലാ കമ്പിയും PVC പൈപ്പുമെല്ലാം കുത്തിക്കൊടുത്ത് അതിനുശേഷം പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് ഒരു ലൂസാക്കി ഉടക്കിക്കഴിഞ്ഞാൽ ആ മുളകുകളൊന്നും മറിഞ്ഞു വീഴില്ല. തന്നെയുമല്ല, എത്ര കാറ്റും മഴയും വന്നാലും അവ ഒടിഞ്ഞു പോവുകയുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ പണികൾ. തന്നെയുമല്ല, അവിടങ്ങളിലൊക്കെ പുല്ല് കയറി നാമാവിശേഷമായായിരുന്നു. അതെല്ലാം ഭംഗിയാക്കി അടുക്കളത്തോട്ടവും പരിസരവും, ചെടികളും, ഇടയ്ക്കൊക്കെ പൂക്കളുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലത്ത് കുറച്ച് റോസയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ചെടികൾ ഓരോ ദിവസവും നട്ടുപരിപാലിക്കുന്നത് കൊണ്ട് ദിവസവും 2, 3, 5 ചെടികൾ നടുന്നതുകൊണ്ട് ചെടികളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാങ്ങിങ് പ്ലാന്റ് മാറ്റിയതുപോലെ ഇന്ന് കുറച്ച് ചട്ടികൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അവയെയും മാറ്റി വയ്ക്കണം. ഈ പരിസരമൊന്ന്, അടുക്കളത്തോട്ടമൊന്ന് വളരെ വൃത്തിയാക്കി ബാക്കി വശം വളരെ ഭംഗിയാക്കി എടുക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പെരുമാറുന്നത് അടുക്കളത്തോട്ടങ്ങളിലും പിന്നാമ്പുറത്തുമാണ്. മുൻവശത്ത് ഒരുപാട് കാറ് കയറാതെയും അത്യാവശ്യം ചെടികളുമൊക്കെ വച്ച് പിടിപ്പിച്ച് ഏറ്റവും കൂടുതൽ രസകരമാക്കേണ്ടത് അടുക്കളത്തോട്ടങ്ങളിലും പിന്നാമ്പുറത്തുമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പെരുമാറുന്നതും കിളികളും കോഴികളും താറാവുകളും ഒക്കെ ഉള്ളതും ആട്ടും കൂടി ഇരിക്കുന്നതും ആട് വരാൻ പോകുന്നതുമൊക്കെ ഈ പിന്നാമ്പുറത്തേക്കാണ്. അതുകൊണ്ട് പിന്നാമ്പുറങ്ങളാണ് ഞങ്ങൾ എപ്പോഴും സൗന്ദര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ചെടികൾ പരിപാലിച്ച് 2.5 മാസമായപ്പോഴേക്കും വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം പച്ചപ്പിൻ്റെ സന്തോഷം നിറഞ്ഞു തുളുമ്പി തുടങ്ങി. ഓരോ ദിവസത്തെ കാഴ്ചകൾ ഞാൻ അങ്ങനെ കാണിക്കാറുണ്ട്. ഭാര്യ അടുക്കളയിൽ നിന്ന് ചാടി വന്നു തുടങ്ങി. കാന്താരി പറിക്കാനുള്ള വരവാണ്. എന്നാൽ 2 കഷ്ണം വള്ളി ഇങ്ങോട്ട് കണ്ടിച്ചോളൂ, ഞാനിതൊന്ന് കെട്ടിത്തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കത്രികയെടുത്ത് അത്യാവശ്യം പ്ലാസ്റ്റിക് വള്ളി കട്ട് ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ ഓരോ മുളകും തൈ, പ്രത്യേകിച്ച് ചില ബക്കറ്റിൽ 3 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ 3 വള്ളി വെച്ച് കെട്ടണം. കാരണം ഓരോന്നിനും പ്രത്യേകം വള്ളി വെച്ച് കെട്ടിയില്ലെങ്കിൽ ഓരോന്നും പ്രത്യേകം ചാഞ്ഞു പോകും. അങ്ങനെ കൃത്യനിഷ്ഠയോടെ വളരെ സിമ്പിളായി, വളരെ സന്തോഷത്തോടെ, നല്ല തുറന്ന മനസ്സോടെ രണ്ടുപേരും കൂടെ ഇത് ചെയ്യുമ്പോൾ മനസ്സ് പൂത്തുലയും. അടുക്കളത്തോട്ടവും പൂത്തുലയും. ആരോഗ്യവും നല്ല ഉന്മേഷവും ഉഷാറുമാകും. നല്ല വിശപ്പും ദാഹവും ആഹാര നീഹാര നിദ്രകളൊക്കെ കൃത്യമായി പാലിക്കുമ്പോൾ നമ്മുടെ പ്രായം കാലത്തെ മറച്ചു വയ്ക്കും, അല്ലെങ്കിൽ കവച്ചു വയ്ക്കും. നമ്മുടെ പ്രായം അങ്ങനെയാണെങ്കിലും നമ്മുടെ ആരോഗ്യം കൊണ്ട് അവയെ കവച്ചു വയ്ക്കാനാകും ഇത്തരത്തിലുള്ള ചില കലാപരിപാടികൾ കൊണ്ട്. അങ്ങനെ ഭാര്യ തിരക്ക് പിടിച്ച് കാന്താരി പഴുത്തതും പഴുക്കാത്തതുമൊക്കെ പറിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു പാത്രം എടുത്തുകൊണ്ട് വാ, കയ്യിൽ പറിച്ചാൽ ചാടിപ്പോകും. അങ്ങനെ അവൾ പോയി ഒരു പാത്രവും എടുത്തുകൊണ്ട് വന്ന് പഴുത്ത കാന്താരിയും മൂത്തതും കുറച്ചധികം പറിച്ചെടുത്ത് സ്റ്റോക്ക് വച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ചമ്മന്തിക്ക് മുളക് പ്രത്യേകം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കാന്താരി മുളകും ഒരല്പം തേങ്ങയും ലേശം ഉള്ളിയും കൊച്ചു ചെമ്മീനും മറ്റൊക്കെ വച്ചാണ് അരയ്ക്കുന്നതെങ്കിൽ, ചെമ്മീൻ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ വായിൽ വെള്ളമൂറും. വ്യത്യസ്ത ഇനം
പല വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാൻ എൻ്റെ ഭാര്യ മിടുക്കിയാണ്. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല. പാചകം ചെയ്യാൻ അവൾ മിടുക്കിയാണ്. പക്ഷേ പെട്ടെന്നാണ് ഉണ്ടാക്കുകയുള്ളൂ. ആ ഷാർപ്പ് ടൈമിൽ അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എല്ലാ കറികളും അരിയും ഒക്കെ വച്ച് എല്ലാം ഭംഗിയായിട്ടെടുക്കും. പക്ഷേ അരി ഞങ്ങൾ രാവിലെ മൺകലത്തിൽ വെച്ച് രാവിലെ തന്നെ മൺകലത്തിൽ അരിയിടും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പേ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നും മൺകലത്തിലാണ് അരി വയ്ക്കുക. അതുപോലെ മൺപാത്രങ്ങളിലാണ് കറിയും ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഇതേ കണ്ടില്ലേ, പാത്രം നിറയൽ അത്യാവശ്യത്തിനുള്ള കാന്താരിയൊക്കെ പറിച്ച് ഉച്ചക്കത്തേക്കുള്ള ചമ്മന്തി ഉപ്പുമാങ്ങ ഭരണിയിലിട്ടിട്ടുണ്ട്. ഉപ്പുമാങ്ങയും കാന്താരിയും കൂടി ഒരല്പം തേങ്ങയുടെ കൂടി ചേർത്ത് വച്ചാൽ ആ ചമ്മന്തിയുടെ സ്വാദ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചോറുണ്ണുമ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ പറിച്ച ഇലയുണ്ടല്ലോ, രമ്പ ഇല എന്നാണ് പറയുന്നത്. ആ രമ്പ ചെടിയുടെ ഇല ഇന്ന് അല്പം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ രമ്പയുടെ ഇല ഒരു കഷ്ണം ഇറച്ചിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈ നിൽക്കുന്നതാണ് രമ്പ ചെടി. അതിന് ഒരു പ്രത്യേക മസാലയുടെയും കറുവപ്പട്ടയുടെയും എന്തൊക്കെയോ പ്രത്യേക ഒരു ടേസ്റ്റ് അത് ഇടുമ്പോൾ കറിക്കുണ്ട്. അതുകൊണ്ട് അതും ഒരു ബക്കറ്റിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. എൻ്റെ മകളുടെ വീട്ടിൽ യഥേഷ്ടമുണ്ട്. അവിടെ നിന്ന് ഒരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. അങ്ങനെ ഓരോ മുളകിനെയും വള്ളി കൊണ്ട് കെട്ടി ബന്ധിച്ച് ഞാൻ ആ പണി ഏതാണ്ട് തീരുകയാണ്. കാലത്തെ തന്നെ പുല്ല് പറിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വളമിട്ട് എല്ലാത്തിൻ്റെയും ചോടൊക്കെ ഒരൽപ്പം മണ്ണൊക്കെ ഇട്ട് മൂടി ഭംഗിയാക്കി നല്ല അടിപൊളിയാക്കി. ഇനി മുളകിൻ്റെ വള്ളിയെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ മുറ്റം ആ ഭാഗമൊന്ന് അടിച്ച് വൃത്തിയാക്കി കുറച്ച് ചട്ടികൾ തിങ്ങി അതിൻ്റെ ഇടയിലൂടെ കുറച്ച് പുല്ലൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം പറിച്ച് കളഞ്ഞ് ചട്ടികളൊന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് അത്രയും ഭാഗം വൃത്തിയാക്കണം. അതാണ് ഇന്നത്തെ പണികൾ. അങ്ങനെ പുല്ലും പറിക്കലും വളമിടലും മുളകിൻ്റെ വള്ളികെട്ടലും എല്ലാം കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തെ ചട്ടികൾ പാകി കൂമ്പാരമായതുപോലെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതൊന്ന് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഐശ്വര്യമാവുകയും ചെയ്യും. അതുപോലെ പൂച്ചെടികളുള്ള ചെടികൾക്കൊക്കെ ഒരായാസം കിട്ടാൻ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നല്ല വെയിലുള്ളിടത്തിലേക്ക് മാറ്റി വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ ഓരോന്നും നിറഞ്ഞ് വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെടികൾ നട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് 2000 വെറൈറ്റി ചെടികളുണ്ടായിരുന്ന വീടാണ് എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ചെടികളെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. ചെടികൾ, പക്ഷിമൃഗാദികൾ, ആട്, കോഴി, താറാവുകളൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇവയെ പരിപാലിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബിയായി ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ വായനയും. അതിന് രാത്രിയും വെളുപ്പിനും ഒക്കെ ഉച്ച സമയത്തൊക്കെ സമയം കണ്ടെത്തും. അങ്ങനെയാണ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ എൻ്റെ ചില അറിവുകളും എനിക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടാറുണ്ട്. അങ്ങനെ കിളികൾ ഞാൻ ഈ പുല്ല് പറിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ബഹളമാണ്. എന്നാൽ 2 കഷ്ണം തുളസി കട്ട് ചെയ്ത് കൊണ്ടുപോയി അവർക്ക് കൊടുത്താൽ അവരും അത് കൊത്തിപ്പറിച്ച്, ഞായറാഴ്ചയാണല്ലോ, അവരും ആസ്വദിക്കട്ടെ. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇല കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം തുളസിയും പനികൂർക്കയും അതുപോലെ ചീരയും ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പലപ്പോഴും ഇടാറുണ്ട്. ഇവർക്കിടെ സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ഇല കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർത്തിയാണ്. എന്ത് ബഹളമാണെന്നറിയാമോ? അവരുടെ ഒച്ചകൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. കാരണം അവരുടെ ഒച്ച കേട്ടാൽ നമുക്ക് മറ്റൊന്നും തിരിയുകയില്ല. അത്രമാത്രം സൗണ്ടാണ്. വീടിൻ്റെ മുൻവശത്തെ ചുറ്റുമതിലിലെ പോലെ അസ്പരാഗസ് വീടിൻ്റെ മതിലിൻ്റെ പിന്നാമ്പുറത്തേക്കും പടർന്നു വന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് ആ പച്ച കാണുന്ന മതിൽ. അപ്പോൾ ഈ കാണുന്ന ബാക്കിലെ കക്കൂസും അതുപോലെ ആ ഇളംതിണ്ണയും ഒക്കെ ഇനി റോസാ ചെടികൾ കൊണ്ട് അലങ്കരിക്കാൻ തീരുമാനിച്ചു. ചെടികളുടെ എണ്ണം കൂടിയപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് യഥേഷ്ടമായി നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ അറേഞ്ച് ചെയ്താൽ അവിടങ്ങളിലേക്ക് പുതിയ ചട്ടികളിൽ ചെടികൾ പാകി നിർത്താം. അതിനു വേണ്ടിയിട്ടാണ് വലുതാകുന്നതും സെറ്റാകുന്ന ചെടികളെ മാറ്റി റീകണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാനും ഒരു സന്തോഷം, നമുക്ക് അവ നനച്ചു കൊടുക്കാനും അതുപോലെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം ചെടികൾ കൊണ്ട് നിറയ്ക്കാൻ ഇങ്ങനെ ഓരോ ദിവസവും നിത്യേന ചെടികൾ നടുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം കാഴ്ചകൾ നിരന്തരം എന്നോണം നിങ്ങളിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് പലർക്കും എന്നോട് ഈർഷ്യയോ ദേഷ്യമോ ഒക്കെ തോന്നാം. പക്ഷേ അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തു പോകുക, അല്ലാത്തവർ തുടർന്ന് കാണുക. ഇഷ്ടമുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ
പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബിൽ ചാനൽ കയറിയിട്ട് PACHPPANENTESANTHOSHAM എന്ന യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ തെളിഞ്ഞു വരും. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നിങ്ങൾ ഒരു ലൈക്ക് അടിക്കണം. അത് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറിയവർക്കും ഈ ചാനൽ അയച്ചു കൊടുക്കണം. കാരണം പ്രായമേറിയവർക്ക് ഇത് അയച്ചു കൊടുത്താൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും ഒരു ഉത്തേജനം കിട്ടി അവരും എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുകയും ഇങ്ങനെ നിരന്തരം എന്നോണം എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു ഉത്സാഹമാകുമല്ലോ. അതാണ് എൻ്റെ സന്തോഷം. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം പലരും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ കമൻ്റ് ഇടാറുണ്ട്. നല്ല കമൻറ്റുകളാണ് എനിക്ക് വരുന്നത് ഭൂരിഭാഗവും. നെഗറ്റീവ് കമൻറ്റുകൾ ആരും തന്നെ ചെയ്യുന്നില്ല. എന്തായാലും വളരെ സന്തോഷമായി. അങ്ങനെ ഒരു കടലാസ് റോസ അവിടെ നിന്ന് ഒരുപാട് വളർന്നു പോയിരുന്നു. എന്നാൽ അവനെയും കൂടി ആ കക്കൂസിൻ്റെ വെള്ളം ചാടുന്ന കിളികൾക്ക് വച്ചിരിക്കുന്ന ബക്കറ്റിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് വച്ചാൽ കിളികൾക്ക് ഒരു പച്ചപ്പും അവർക്കും ഒരു സന്തോഷമാകും. ആ പ്രദേശം മൊത്തം ഒരു ഭംഗിയായി കിട്ടുകയും ചെയ്യും. അവൻ്റെ തലയൊന്ന് ക്രോപ്പ് ചെയ്ത് ഡിസംബർ ആകുമ്പോഴേക്കും പൂത്ത് നല്ല തളർക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ ഇനി ഉണ്ടാകുന്ന പൊടിപ്പുകൾ പൂക്കളായിട്ട് തിരികെ വരും. അങ്ങനെ മുൻവശത്തും കുറച്ച് കടലാസ് റോസയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഡിസംബർ ആകുമ്പോഴേക്കും പൂത്ത് വരും. ഡിസംബറിൽ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല കുറച്ച് കാലത്തേക്ക് ആ പൂക്കൾ നിൽക്കുമല്ലോ. കടലാസ് റോസയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് നിങ്ങളോട് ചെടികളെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. അങ്ങനെ പച്ചപ്പാണൻ്റെ സന്തോഷം. വീടിൻ്റെ പിന്നാമ്പുറങ്ങളും അകത്തളങ്ങളും ചുറ്റുവട്ടങ്ങളും ഒക്കെ ഇനി ചെടികൾ കൊണ്ട് പരിപാലിക്കാനുള്ള ശ്രമമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പുറകുവശത്ത് കുറേ അധികം ചട്ടികളൊക്കെ വാരിക്കൂട്ടി പഴയ പച്ചക്കറികൾക്ക് കുത്തിയിരുന്ന കമ്പിയും കോലും പൈപ്പുമെല്ലാം ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് മുളകൾക്ക് എടുത്തപ്പോൾ 10-12 അങ്ങനെ മാറി. ബാക്കിയുള്ളതൊക്കെ തണ്ടിക മുറിയിലേക്ക് കയറ്റിയിട്ടാൽ പിന്നെ അവിടെയൊന്ന് അടിച്ചു വാരി അവിടെയും ചെടിച്ചട്ടികൾ എടുത്തു വച്ച് മനോഹരമാക്കാം. അപ്പോൾ കേടാവാതിരിക്കുക നല്ല വൃത്തിയായി കിടക്കുകയും ചെയ്യും. ഇടയ്ക്ക് നനച്ചു കൊടുക്കുകയും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ കാണാൻ രസമാണല്ലോ. അങ്ങനെ ഓരോ ദിവസം ഓരോ പ്രദേശം ഏവരെങ്കിലും ഒരു മൂല വൃത്തിയാക്കി. അടുക്കളത്തോട്ടമാണ് പ്രധാനം. ഇന്ന് അടുക്കളത്തോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഈ വശവും കൂടി വൃത്തിയാക്കിയാൽ ഈ പ്രദേശമാകെ ഒന്ന് വിശാലമായി. മുറ്റത്ത് ടൈൽസിനിടയ്ക്ക് വളർന്നു വന്ന പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞ് ഇന്നത്തെ പണി ഒരു ഉച്ചപ്പണിയാക്കി തീർത്തെടുത്തു. ഇന്ന് നല്ല ഉപ്പുമാങ്ങ, കാന്താരിയും തേങ്ങയും വെച്ച ചമ്മന്തിയും ചിക്കൻ കറിയും സാദാ ചോറും ഒരല്പം ചോറ് മാത്രമാണ് കഴിക്കുക. ഇലക്കറിയുമുണ്ട്. ഇലക്കറി ഇന്ന് ചേമ്പിൻ തണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വിശാലമായൊരു ഊണും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഈ പണിയെല്ലാം കഴിഞ്ഞ് കൈകാലുകൾ കഴുകി വേർപ്പടങ്ങി കഴിഞ്ഞാൽ ഒരു ഊണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ മയക്കം. അതിനുശേഷം പിന്നെയും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കും താറാവിനുമൊക്കെ തീറ്റ കൊടുക്കാനുണ്ട്. അതുപോലെ ചെടികൾ ഇന്ന് നനയ്ക്കേണ്ടതില്ല. തുലാവർഷം ഉറപ്പായിട്ടും പെയ്യും. കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പണികളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലെ ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് ഓരോരുത്തർക്കും അറിയിച്ചുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകൾ ഓരോ ദിവസത്തെ പണികളാണ്. കണ്ടില്ലേ, അടുക്കളത്തോട്ടമെല്ലാം വളരെ ഭംഗിയായി. ഇന്നത്തെ കാഴ്ചകളും ധന്യമാകുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.